അപ്പുറം നിൽക്കല്ലേ. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്ലാന്റ് കട്ടിംഗ് ആണ്. ഇതൊക്കെ ഇപ്പോൾ വേറെ ഇറങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ തയ്യായിട്ടാണ് ഇതൊക്കെ ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആവശ്യക്കാർ വരികയാണെങ്കിൽ തന്നെ അവർക്ക് കട്ടിങ് കൊടുക്കാൻ റെഡിയുണ്ട്. ഇതൊക്കെ പല വെറൈറ്റീസ് ആണ്. അറൗണ്ട് ഒരു 25ഓളം വെറൈറ്റീസ് ഇതിലുണ്ട്. കുറേ വെറൈറ്റീസ് ആണ് ഇതിൽ. ഈ ഭാഗങ്ങളിലൊക്കെ കുറേ മഞ്ഞയാണ്. 4 ടൈപ്പ് മഞ്ഞയുണ്ടല്ലോ. എക്വഡോർ പലോറ, ISX, ഇസ്രായേൽ യെല്ലോ, പിന്നെ ഗൈൻഡ് ഗോൾഡ്. ഈ ഇതൊക്കെ യെല്ലോ ആണ്. അതിൻ്റെ ഫ്ലഷ് വൈറ്റും ആണ്. പക്ഷെ എല്ലാം സ്വീറ്റും ആണ്. ഈ ഭാഗത്ത് കിടക്കുന്നതൊക്കെ മോസ്റ്റ്ലി റെഡാണ്. എല്ലാം റെഡ് കളറാണ്. കുറേ വ്യത്യസ്തമായ കുറേ വെറൈറ്റീസ് ആണ്. റെഡ് വെൽവെറ്റ്, കൗണ്ടി റോഡ്, മൊറോക്കൻ, ജംബോ റെഡ്, ഗോഡ്സില, കൗണ്ടി റോഡ്, റെഡ് ആപ്പിള്, വിയറ്റ്നാം കിങ്, ആസ്ട്രേലിയൻ റെഡ്, അങ്ങനെ കുറേ ഒരു 25ഓളം വ്യത്യസ്തമായ വെറൈറ്റീസാണ് ഇതൊക്കെ. ഇതൊക്കെ തൈയായിട്ടാണ് ഞാൻ കൊടുക്കുക. ഇപ്പോൾ കസ്റ്റമർ വന്നാൽ ഞാൻ കൊടുക്കും. പക്ഷേ തൈ മറ്റേ കട്ടിങ്ങുമായിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ കട്ടിങ് ഓൺ ദ സ്പോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കും. ഇത് തൈയായിട്ടാകുമ്പോൾ ഒരു 50 rupees എക്സ്ട്രാ വേണ്ടി എക്സ്ട്രാ വാങ്ങിക്കും ഇതിന്. കാരണം ഇത് തൈയായിട്ട് ഞാൻ കൊടുക്കുള്ളൂ അല്ലേ. അതിനിപ്പോൾ പെട്ടെന്ന് ഇന്നലെ കുറച്ച് ആവശ്യക്കാർ വന്ന് അങ്ങനെ അവരുടെ ആവശ്യക്കാർക്ക് ഞാൻ കൊടുക്കുന്നുമുണ്ട്. ഇതൊക്കെ തയ്യായതിനു ശേഷമാണ് വിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആവശ്യം ഇപ്പോൾ വരുന്നത് ഇപ്പോൾ ഞാൻ കൂരിയർ അയക്കുന്നുണ്ട്. അതൊക്കെ കട്ടിങ് ആണ്. ഇത് ഈ പ്ലാന്റ് ആയിട്ടുള്ള ഈ വേരിറങ്ങിയതോ ഈ ബ്രാഞ്ചസ് വന്നതോ ഇത് നമുക്ക് കൂരിയർ അയക്കാൻ പറ്റൂല. കാരണം അതിൻ്റെ വേരോ അതിൻ്റെ ബ്രാഞ്ചസ് പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂരിയർ അയക്കാൻ ഇത് പറ്റൂല. തയ്യായത് കൂരിയർ അയക്കാൻ കഴിയില്ല. കൂരിയർ അയക്കുന്നത് വെറും കട്ടിങ് മാത്രം. അത് ഒരുവിധം എല്ലാ വെറൈറ്റീസും എൻ്റെ കയ്യിൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, കൊടുക്കാൻ ആയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഒരു മാസം കൊണ്ട് ഇതൊക്കെ 30-40 days കൊണ്ട് ഇതൊക്കെ തൈയായിട്ട് വരും. ഇറങ്ങി അതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ വരും. അപ്പോൾ അന്നേരം ഞാൻ സെയിൽ ചെയ്യും. ഇപ്പോൾ കസ്റ്റമർ വന്നാൽ അത്യാവശ്യം കൊടുക്കും. അങ്ങനെ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. കുറേയൊക്കെ നമ്മൾ കണ്ടിന്യൂവായിട്ടുള്ള ഇടപാട് വെച്ചതുകൊണ്ട് കുറേശ്ശൊക്കെ എനിക്ക് മനസ്സിലാവും. അത്രേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അല്ലല്ല സാധാരണ ഇപ്പം അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ കാണുമ്പോൾ ഇപ്പം എല്ലാവരും ഒരുപോലെ. ഇപ്പം നിങ്ങൾ തോട്ടത്തിൽ ഗാർഡനിൽ പോയി കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ തന്നെ അത് അവർക്കും അറിയില്ല. ഇത് ഏതാ തൈ ഏതാണ് ബ്രാൻഡ് ഏതാണെന്ന് അവർക്കൊന്നും അറിയില്ല. അതിപ്പോൾ തോട്ടത്തിൽ പോയാലേ അറിയാൻ കഴിയില്ല ഇത് ഏതൊക്കെയാണെന്ന്. ഇത് കൊടുക്കുന്ന വളം തന്നെ നമ്മളിപ്പോ അപ്പുറം ഉണ്ടാക്കി വെച്ച വളം തന്നെ. വേപ്പിൻ പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, എല്ല് പൊടി, അതിന്റെ പൊടി മിക്സ്, ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് കൊടുക്കും. പിന്നെ കൊടുക്കുന്ന വളങ്ങൾ ഇതിപ്പോൾ ആവണം 30-40 days. അത് ചിലത് കുറച്ച് നേരത്തെ ആവും, കുറച്ച് ഇതിലൊക്കെ കുറച്ച് നേരത്തെ വെച്ചതായതുകൊണ്ട് അതിനൊക്കെ ഇടക്കിടക്ക് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ വെച്ചതൊക്കെ സെയിലായിട്ടുണ്ട്, സോൾഡ് ഔട്ട് ആയിട്ട്. കായ്ക്കാൻ ഇതൊക്കെ വെറൈറ്റീസ് ഒക്കെ 2 വർഷത്തിൽ കൂടുതൽ തന്നെ എടുക്കും. പക്ഷെ സാധാരണ നമ്മൾ പറയുന്ന ഈ റെഡ് ഉണ്ടല്ലോ, ഓർഡിനറി റെഡ്, മലേഷ്യ, മെക്സിക്കോ, ഇതൊക്കെ റെഗുലർ ആയിട്ടുള്ളതാണ്. അത് നമുക്ക് 1 വർഷം കൊണ്ട് തന്നെ പഴം പറിക്കാൻ കഴിയും. മറ്റു വെറൈറ്റി ഒന്നും തന്നെ 1 വർഷം കൊണ്ട് ആവുന്നില്ല, ടൈം എടുക്കും. അതുപോലെ എല്ലാം 2 വർഷത്തോളം എടുക്കും. എല്ലാം വെറൈറ്റി പെട്ടാണ്. വെറൈറ്റി ഒക്കെ ചിലപ്പോൾ 2 വർഷം 3 വർഷം ആയിട്ട് കായ്ക്കാതെ തൈകൾ എൻ്റെ കയ്യിലുണ്ട്. കാരണം അത് വെറൈറ്റിയാണ്. അത് ലോങ് ടൈം എടുക്കണം. വളമൊക്കെ ഒരുപോലെ തന്നെ കൊടുക്കണം, വെള്ളം ഒരുപോലെ തന്നെ കൊടുക്കണം. ആഴ്ചയിൽ 2 നനവ്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാതുകൊണ്ട് ഇപ്പോൾ വളം നനയ്ക്കുന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നനച്ചാൽ മതി.